ഈ വീഡിയോയിൽ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ, ചലിക്കും ചുരുൾ മൈക്രോഫോണിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ? നമ്മുടെ മൈക്ക് നമ്മുടെ ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്ന ഉപകരണം. അതാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ഈ ചലിക്കും ചുരുൾ മൈക്രോഫോൺ വൈദ്യുത കാന്തിക പ്രേരണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ആ തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ പ്രിൻസിപ്പിൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗങ്ങൾ? ഇതില് ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട് കേട്ടോ, ഒരു സ്ഥിരകാന്തം, ഒരു സ്ഥിരകാന്തം. ഇലക്ട്രോമാഗ്നറ്റിക്കൽ മാഗ്നറ്റ് അല്ല, പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. അതിനെ ചുറ്റി എന്തുണ്ട്? ഒരു വോയിസ് കോയിൽ ഉണ്ട്, വോയിസ് കോയിൽ. ഈ വോയിസ് കോയിലിനോട് തൊട്ട് ഒരു ഡയഫ്രം ഉണ്ട്, വോയിസ് കോയിലിനോട് തൊട്ട് ഒരു ഡയഫ്രം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന് അനുസരിച്ച് ഈ ഡയഫ്രം ചലിക്കുന്നു. ഡയഫ്രം ചലിക്കുമ്പോൾ ഡയഫ്രത്തോട് തൊട്ടുള്ള വോയിസ് കോയിലും ചലിക്കുന്നു. ഈ വോയിസ് കോയിൽ ചലിക്കുന്നത് ഒരു കാന്തിക മണ്ഡലത്തിലാണ്. അപ്പോൾ വൈദ്യുത കാന്തിക പ്രേരണം മൂലം നാം സംസാരിക്കുന്ന ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ചുള്ള വൈദ്യുതി കോയിലിൽ പ്രേരിതമാകുന്നു. ഈ വൈദ്യുത സിഗ്നലുകൾ ആംപ്ലിഫയറിലോട്ട് പോകുന്നു. ഇത്രയുള്ള സംഭവം. അപ്പോൾ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു വോയിസ് കോയില് നാം സംസാരിക്കുന്ന ശബ്ദമനുസരിച്ച് ഡയഫ്രം ചലിക്കുമ്പോൾ അതിനോട് തൊട്ടുള്ള വോയിസ് കോയിൽ ചലിക്കുന്നു. വോയിസ് കോയിൽ ചലിക്കുമ്പോൾ അതിലൊരു വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് വൈദ്യുത സിഗ്നൽ ഉണ്ടാവുകയും അത് ആംപ്ലിഫയറിലോട്ട് അയക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വോയിസ് കോയിൽ is situated in a magnetic field. Magnetic ഫീൽഡിലാണ് വോയിസ് കോയിൽ. The diaphragm connected to the voice coil vibrates. വോയിസ് കോയിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ അക്കോർഡൻസ് വിത്ത് ദി സൗണ്ട് വേവ്സ്, നമ്മുടെ സൗണ്ട് വേവ്സിന് അക്കോർഡൻസ് ആയിട്ട് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഇലക്ട്രിക് സിഗ്നൽ കറസ്പോണ്ടിങ് ടു ദി സൗണ്ട് വേവ്സ് ആർ ജനറേറ്റഡ്. സൗണ്ട് വേവ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. In the microphone, mechanical energy is converted into electric energy. യാന്ത്രിക ഊർജം ശബ്ദോർജമായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. അടുത്തത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്? രണ്ട് കോയിൽ കണ്ടില്ലേ? ഒരു പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിൽ. അടുത്തടുത്ത രണ്ട് കോയിലുകൾ. ഈ കോയിലിൽ കൂടി വൈദ്യുതി കടത്തിവിടുന്നു. അപ്പൊ ഈ കോയിൽ കൂടി വൈദ്യുതി കടത്തിവിടുന്നു എന്ന് പറയുമ്പോൾ ഈ കോയിലെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാകുന്നു, കാന്തിക ബലരേഖകൾക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. അതിന്റെ ഫലമായി തൊട്ടടുത്ത കോയിൽ ഒരു വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നു. അടുത്തടുത്ത രണ്ട് കോയിലുകളിൽ ഒരു കോയിലിലെ വൈദ്യുതിയുടെ ശക്തിയിലോ ദിശയിലോ ഉള്ള വ്യതിയാനമുണ്ട്. തൊട്ടടുത്ത കോയിലിൽ ഒരു വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുന്നതിനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? whenever the direction or strength of current linked with one coil, an induced EMF is formed in the adjacent coil. This is called the mutual induction എന്ന് പറയാം. ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ട്രാൻസ്ഫോമർ എന്ന സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. വോൾട്ടത ഉയർത്തും ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലിൽ എന്താണുള്ളത്? പ്രൈമറി കോയില് വണ്ണം കൂടിയ എണ്ണം കുറഞ്ഞ കമ്പികൾ. വണ്ണം കൂടിയതാണ്, എണ്ണം കുറഞ്ഞതാണ്. എന്നാൽ സെക്കൻഡറിയിലോ വണ്ണം കുറവും എണ്ണ കൂടുതലുമുള്ള കമ്പികളാണ്. അടുത്തത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ വോൾട്ടത താഴ്ത്തും ട്രാൻസ്ഫോമർ. ഇതിനകത്ത് പ്രൈമറിയിൽ വണ്ണം കുറഞ്ഞ എണ്ണ കൂടുതലുള്ള കമ്പികളും സെക്കൻഡറിയിലോ വണ്ണം കൂടിയതും എണ്ണം കുറഞ്ഞുമുള്ള കമ്പികളും. ഇതിനകത്തെ വോൾട്ടതയും ഈ കമ്പിച്ചുരുളുകളുടെ എണ്ണവും തമ്മിൽ ബന്ധപ്പെടുത്തി ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? VS by VP equals NS by NP.
അതായത് സെക്കൻഡറിയിലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ പ്രൈമറി വോൾട്ടേജ് ഈക്വൽസ് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം ഡിവൈഡ് ബൈ പ്രൈമറിയിലെ ചുറ്റുകളുടെ. ഇങ്ങനെയൊരു ഫോർമുല ഉണ്ട്. കറന്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഫോർമുല ഉണ്ട്. എന്താണ്? വി എസ് ഇൻറ്റു ഐ പി ഈക്വൽസ് വി എസ് ഇൻറ്റു ഐ എസ്, അല്ലെങ്കിൽ ഐ പി ബൈ ഐ എസ്, ഐ പി ബൈ ഐ എസ് ഈക്വൽസ് വി എസ് ബൈ വി പി. പ്രൈമറിയിലെ കറണ്ട് ഡിവൈഡ് ബൈ സെക്കൻഡറിയിലെ കറണ്ട് ഈക്വൽസ് പ്രൈമറിയിലെ വോൾട്ടേജ് അല്ല, സെക്കൻഡറിയിലെ തിരിഞ്ഞു വരുന്നത് സെക്കൻഡറിയിലെ വോൾട്ടേജ് ബൈ പ്രൈമറിയിലെ വോൾട്ടേജ്. ഇതാണ് നല്ല ഫോർമുല. ഇതിനേക്കാൾ നല്ല ഫോർമുല ഇതാണ്. പ്രൈമറിയിലെ കറണ്ട് ഡിവൈഡ് ബൈ സെക്കൻഡറിയിലെ കറണ്ട് ഈക്വൽസ് സെക്കൻഡറിയിലെ കറണ്ട് ബൈ പ്രൈമറിയിലെ കറണ്ട്. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ രണ്ട് ഫോർമുല ഉണ്ട്. ചുരുളുകളുടെ എണ്ണവും വോൾട്ടേജും കാണിക്കുന്ന, നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും കാണിക്കുന്ന ഒരു ഫോർമുലയും കറണ്ടും വോൾട്ടേജും കാണിക്കുന്ന മറ്റൊരു ഫോർമുലയും. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തമ്മിൽ വ്യത്യാസം എന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ തിക്ക് വയർ ആർ യൂസ്ഡ് ഇൻ ദി പ്രൈമറി. പ്രൈമറിയിൽ തിക്ക് വയർ ആണ്, നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. സ്റ്റെപ്പ് ഡൗണിലോ തിൻ വയർ ആണ് പ്രൈമറിയിൽ, നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. വോൾട്ടത ഉയർത്തും ട്രാൻസ്ഫോമറിൽ. പ്രൈമറിയിൽ വണ്ണം കൂടിയത് ചുറ്റുകളാണുള്ളത്, എണ്ണം കുറവാണ്. എന്നാൽ സെക്കൻഡറിയിൽ വണ്ണക്കുറവുള്ള ചുറ്റുകളാണുള്ളത്, അതിന്റെ എണ്ണം കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്, അതുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഉപകരണമാണ് ട്രാൻസ്ഫോമർ. രണ്ടു തരം ട്രാൻസ്ഫോമർ ഉണ്ട്, അതിന്റെ ഫോർമുലയും പഠിക്കുക. നിങ്ങൾ എപ്പോഴും പ്ലേലിസ്റ്റിൽ പോവുക. ഒരു സൈറ്റ് എടുത്താൽ അതിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ മാത്രമേ എന്തെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ പ്ലേലിസ്റ്റിൽ തരംതിരിച്ച് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി, ഫിസിക്സ്, 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി, 10ാം ക്ലാസ്സിലെ ഫിസിക്സ്, +1 കണക്ക്, അങ്ങനെ തരംതിരിച്ച് ചെയ്തിട്ടുണ്ടാവും. അവിടെ നോക്കിയാൽ എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചെറിയ തിരുത്തുണ്ട്. ഇവിടെ എഴുതിയ പറ്റി ഇവിടെ വി എസ് എഴുതിയ, വി എസ് അല്ല, വി പി ഇൻറ്റു ഐ പി ഈക്വൽസ് വി എസ് ഇൻറ്റു ഐ എസ്. അപ്പൊ വി പി, അപ്പൊ ഐ പി ഇവിടെ നിർത്തി, ഐ എസ് ഇവിടെ കൊണ്ടുവന്നു, വി എസ് ഇവിടെ നിർത്തി, വി പി ഇവിടെ കൊണ്ടുപോയി. ഇതാണ് ഫോർമുല. അല്പം ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, ക്ഷമിക്കുക.